ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഒരു ജാറിലേക്ക് 250 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലില്ലാത്ത പീസാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഫുഡ് പ്രോസസ്സറിലാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലും അരച്ചെടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് സവാളയാണ്. സവാള ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം. മല്ലിയില അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ അളവൊക്കെ കുറക്കാട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മുട്ട വേണം. ഞാനിവിടെ ചെറിയ മുട്ട ആയതുകൊണ്ട് ഒരെണ്ണം ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ മുട്ടയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ഹാഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം ചേർക്കാം ആദ്യം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടിയും ചേർക്കാം. കാരണം നമ്മളിത് ബോളാക്കി എടുക്കുമ്പോൾ അത് ബോളായിട്ട് ഷേപ്പ് കിട്ടണില്ലെങ്കിൽ നമുക്ക് ഒരു ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണം. ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നല്ല കട്ടിയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുട്ട ചേർക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ച് ലൂസായിട്ടാണ് വന്നിക്കണമെങ്കിൽ ഒരു ബ്രെഡിൻ്റെ സ്ലൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കുക. ഇനി കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബോളായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ബോൾസാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ അധികം ചൂടാവരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ചിക്കന് വേവായി കിട്ടൂല. നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടൂല. പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.